രവീന്ദ്രൻ മാഷിന്റെ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. കണ്ടു ഞാൻ മിഴികളിൽ എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരുപാട് ഗാനങ്ങൾ. അദ്ദേഹത്തുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും ഓരോ രീതിയാണ്. അവർക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ പാടണം. അവരുടെ സ്റ്റൈല്, രവിചന്ദ്രൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാസിക്കൽ ബേസ്ഡാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്താണ് പറഞ്ഞു തരുന്നത്. നേരത്തെ ഒന്നും അദ്ദേഹത്തിന് തന്നെ ആ ഒരു ട്യൂൺ റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മറക്കും. ദക്ഷിണാമൂർത്തി സ്വാമി അതുപോലെയായിരുന്നു. ഈ ട്യൂൺ എല്ലാം കമ്പോസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടുമ്പോൾ ആ രാഗത്തിൻ്റെ വേറൊരു ഭാവത്തിലുള്ള പിന്നെ സംഗതികളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കണം രവിചന്ദ്രൻ്റെ പാട്ടുകൾ. അപ്പോൾ അതുകൊണ്ടാണ് രവിചന്ദ്രനെ, ദാസേട്ടനെ അതുപോലത്തെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പവറുള്ള ആൾക്കാരെ മാത്രമേ രവിചന്ദ്രൻ വിളിക്കത്തുള്ളൂ. അതായത് നമ്മൾ കേട്ടാൽ ഉടനെ പഠിക്കണം, അപ്പം തന്നെ ടേക്ക് വേണം. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കാരണം ഈ കണ്ടു ഞാൻ മിഴികളിൽ, അതുപോലെ തന്നെ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ, ആ പാട്ടില്ലേ, മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ, ആ പാട്ട് അത് ശരിക്കും ആക്ച്വലി വന്നിട്ട് അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഇപ്പം മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നു, ഈ സ്പീഡാണ് ശരിക്ക്. പക്ഷേ രവിചേട്ടൻ എന്നെ വളരെ മെലോഡിയസ് ആയിട്ട് പഠിപ്പിച്ചു. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ ദാരിരരൂ തേങ്ങലു.